നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്കൊരു ആറാബി വന്ന ചരിത്രം. ഖൈബർ യുദ്ധയാത്രയിലാണ് ആറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വരുന്നത്. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഖൈബറിലേക്ക് ഇയാൾ അനുഗമിച്ച് വരുമ്പോൾ പിന്നെ അയാൾ വഴിയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ നബിയോടൊപ്പം കൂടുകയാണ്, സഹാബത്തിനോടൊപ്പം. സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സഹാബത്തിനോടൊപ്പം വരികയാണ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് ഈ യുദ്ധയാത്രയിൽ അയാൾക്ക് പങ്കാളിയാകണം. അപ്പോൾ അയാൾ ഒരു നവാഗതനാണ്, ഇസ്ലാമിൽ ഈ വഴിയിൽ വെച്ച് പരിചയപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ അയാൾ പങ്കാളിയായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ നിശ്ചയിച്ചത് ഈ യോദ്ധാക്കളുടെ യാത്രാമൃഗങ്ങളും മറ്റുമൊക്കെ ഉണ്ടല്ലോ അതിനെ സംരക്ഷിക്കുന്ന വിഷയത്തിലാണ്. യുദ്ധമുഖത്തേക്ക് അള്ളാഹു അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അയച്ചില്ല, ഖൈബർ കോട്ടകളിലേക്ക് യുദ്ധമുഖത്തേക്ക് അയച്ചില്ല. പിന്നെ അയാളെ യോദ്ധാക്കളുടെ വാഹനങ്ങളെയും യാത്രാമൃഗങ്ങളെയും ഒക്കെ പരിചരിക്കുന്ന വിഷയത്തിൽ നോക്കുന്ന വിഷയത്തിലേക്ക് നിശ്ചയിക്കാനുണ്ടായത്. പക്ഷേ അയാൾ യുദ്ധത്തിൽ ഭാഗമാക്കാണ്. അതുകൊണ്ട് തന്നെ ഖൈബറിൽ ഒരു കോട്ട വിജയിച്ചപ്പോൾ, ഖൈബർ കോട്ടകളാണല്ലോ, ഒരു കോട്ട വിജയിച്ചപ്പോൾ അതിൻ്റെ യുദ്ധാർജിത സ്വത്തുക്കൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഉടനെ ഓരി വെക്കുകയാണ്. യോദ്ധാക്കൾക്കിടയിൽ ഓരി വെക്കുമ്പോൾ ഒരു ഓഹരി ഈ ആറാബിക്കും കൊടുത്തയക്കാണ്. അയാൾ നേരിട്ട് പങ്കാളിയല്ലെങ്കിലും ഈ യാത്രയിൽ പങ്കാളിയായി, അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു വിഹിതം കൊടുത്തയക്കാണ്. അപ്പോൾ ആ വിഹിതം കൊണ്ടുപോയിട്ട് ആളുകൾ കൊടുക്കുമ്പോൾ ആറാബി അത്ഭുതപ്പെടാണ്. അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുനിയാവാണ് തൻ്റെ മുന്നിൽ കുമിഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഹാദ എന്ന് അയാൾ ചോദിക്കുകയാണ് ആശ്ചര്യത്തിൽ. അപ്പോൾ പിന്നെ ഖിസ്മത്തുൻ ഖസമഹാ ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേക്ക് വീതിച്ച ഒരു യുദ്ധാർജിത സ്വത്തിൻ്റെ വിഹിതമാണെന്ന് പറയാണ്. നോക്കൂ നിങ്ങൾ, അയാൾ തീർത്തും അപ്രതീക്ഷിതമായ അവസ്ഥയിലാണ്. ഈ ഒരു വലിയ സ്വത്ത്, ഖൈബറിലെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹീത സ്വത്തല്ലേ. പക്ഷേ അയാൾ പറയുകയാണ് അയാൾക്ക് അത് വേണ്ട. അയാൾ പറയാണ് മാലിഹാദ ബയാഅതുഹു എന്നാണ്, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്തത്, അനുസരണ പ്രതിജ്ഞ ചെയ്തത് ഇതിന് വേണ്ടിയല്ല എന്നാണ് പറയുന്നത്. ഈ സ്വത്തിന് വേണ്ടി ഞാൻ ബൈഅത്ത് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അയാൾ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് നിങ്ങളുടെ ന്യായം പറഞ്ഞോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ വിക്ക് വിധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് ഒഴിവാക്കിയിട്ട് തിരുസവിധത്തിലേക്ക് വന്നിട്ട് പറയുകയാണ്, തിരുദൂതരെ മാലിഹാദ ബൈഅതുക, ഇതിനു വേണ്ടി ഞാൻ അങ്ങേക്ക് ബൈഅത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ അയാളോട് ചോദിക്കാൻ എന്താ പിന്നെ നിങ്ങളുടെ നിയ്യത്ത്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അപ്പോൾ അദ്ദേഹം പറയണം എനിക്കും ശത്രുമുഖത്തേക്ക് ചെല്ലണം, എന്നിട്ട് ശത്രുപക്ഷത്തു നിന്ന് വരുന്ന ഒരമ്പൻ്റെ കഴുത്തിലേറ്റ് എനിക്ക് ഷഹീദായിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം. അതാണ് അയാളുടെ ആഗ്രഹം. അയാൾ പറയുന്നത് അയാളുടെ ആ ഒരു മഹനീയമായ ഉദ്ദേശത്തെ കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അദ്ദേഹത്തെ ഒട്ടകങ്ങളുടെ പിന്നാലെ അതിനെ മേക്കാൻ നിയോഗിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത ഒരു യുദ്ധമുഖത്തേക്ക് ഈ അറാബിയെ നിശ്ചയിക്കുകയാണ്. അവിടെ ഒരു രക്തസിക്ത പോരാട്ടം നടന്നു. ഒരു ഖൈബർ കോട്ട പിന്നെ വിജയിച്ചടക്കപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിജയം നേടിയിട്ട് സഹാബത്ത് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് വിവരം, ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോൾ ഖൈബർ കോട്ട വിജയിച്ചതും ഒരാൾ ഷഹീദായതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറയാണ്. അപ്പോൾ ആ ഷഹീദായ വ്യക്തിയെ കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തെ പിന്നെ ഭൗതിക ശരീരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു വ്യക്തിയുടെ കഴുത്തിൽ അമ്പ് തറച്ച് ഷഹീദായിട്ടാണ് കൊണ്ടുവരപ്പെടുന്നത്. അയാൾ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ കിടത്തുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ അഹു നമ്മുടെ അറാബിയാണോ ഇത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ അയാൾ വിരൽ വെച്ചേടത്ത് അയാൾക്ക് അമ്പേറ്റാണ് ഷഹീദായിട്ടുള്ളത്. സദഖല്ലാഹ് ഫസദഖഹുല്ലാഹ്, അള്ളാഹുവിനോടുള്ള നിലപാടിൽ അയാൾ സത്യസന്ധനായിരുന്നു. അതുകൊണ്ട് അയാളുടെ ആ സത്യസന്ധത അള്ളാഹു സാക്ഷാത്കരിച്ചു. അദ്ദേഹത്തിന് സിദ്ഖിന് അള്ളാഹുവിൽ നിന്നുള്ള സിദ്ഖ് അത് പ്രതിഫലമായി നൽകപ്പെട്ടതാണെന്ന് പറഞ്ഞ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ആ ഖൈബറിൻ്റെ കോട്ടയുടെ സാഹചര്യത്തിൽ അയാളെ മറമാടിയ രംഗം, പരലോകത്തേക്ക് യാത്രയാക്കിയ രംഗം നമ്മൾ ഹദീസിൽ വായിക്കുമ്പോൾ ഒരു പ്രദോഷത്തിലാണ് അയാളുടെ ജനാസ സംസ്കരിക്കുന്നത്. അയാളുടെ ഖബറിലേക്ക് ഇറങ്ങി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭൗതിക ശരീരം വാങ്ങി ഖബറിലേക്ക് വെച്ച് ആ ഖബറിന് പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇറക്കുന്നുണ്ട്. അല്ലാഹുവേ, ഈ പ്രദോഷത്തിൽ ഇദ്ദേഹത്തിൽ ഞാൻ തൃപ്തനാണ്, ഇദ്ദേഹം നിൻ്റെ മാർഗത്തിൽ ഷഹീദാണ്, ഇദ്ദേഹത്തെ നീയും തൃപ്തിപ്പെടണമേ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പരലോക യാത്രയാക്കുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. ഖൈബർ യുദ്ധ ചരിത്രത്തിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി അമലെടുത്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം ശോഭനീയവും നമ്മുടെ കർമ്മങ്ങളെ സ്വീകാര്യവും നമ്മുടെ പരലോകയാത്ര ധന്യവുമാക്കുമെന്നുള്ളതിൻ്റെ ഒരു സുന്ദരമായ ചരിത്രമാണ് ഈ അറാബിയുടെ നമ്മൾ വായിക്കുന്നത്. فمن شاء اتخذ إلى ربه سبيلا